ഡിസൈൻ പാറ്റേൺസ് നമുക്കറിയാം സോഫ്റ്റ്വെയർ ഡിസൈനിൽ വരുന്ന കോമൺ പ്രോബ്ലംസിന് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ പ്രൂവൻ സൊല്യൂഷൻസ് ആണല്ലേ. റിയാക്ടിലേക്ക് വരുമ്പം ഏകദേശം 9ഓളം ഡിസൈൻ പാറ്റേൺസ് ഉണ്ട് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ കോമ്പൗണ്ട് കോമ്പോണന്റ് പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പോണൻസ് റീയൂസബിൾ ആയിരിക്കും, അതുപോലെ തന്നെ സ്കേലബിളും ഫ്ലെക്സിബിളും ആയിരിക്കും. ഇനി ഒരു പാറ്റേണിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർഫേസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്റർഫേസിനെ സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിൾ സബ് കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു സബ് കോമ്പോണൻസ് എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു സിംഗിൾ കോമ്പോണന്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അതുമല്ല ഇവിടെ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതായത് ഈ സബ് കോമ്പോണൻസ് എല്ലാം ഓരോ ചൈൽഡ് കോമ്പോണൻസ് ആണ്. പിന്നെ ഈ പാരന്റ് കോമ്പോണന്റ് ആണ് നമ്മുടെ ലോജിക്സിനെയും അതുപോലെ തന്നെ ഡാറ്റേസിനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് അതൊരു പ്രൊവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ചൈൽഡ് കോമ്പോണന്റിലാണ് ഈ ഒരു ഷെയർ ഡാറ്റ കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് യൂട്യൂബ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.